പാഠം 809. ഭൂതകാലത്തിൽ നിന്നൊരു പാർവതി. ബാങ്കുകളുടെ കിട്ടാക്കടം കൂടുന്നു. അതിസമ്പന്നരായ ആളുകൾ കോടികൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത് മൂലം പല ബാങ്കുകളും പ്രതിസന്ധിയിലാണ്. കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് ബാങ്കുകൾ ഊർജിത ശ്രമം ആരംഭിച്ചു. കഷ്ടം. മോഹനേട്ടാ, നീ ഇത് കണ്ടോ ഭാമേ? നാട്ടിലെ വലിയ പൈസക്കാർ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ പറ്റിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കൃഷി നടത്താനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വേണ്ടി വായ്പ എടുത്തിട്ട് ഒരു തവണ എങ്ങാനും മുടങ്ങിയാൽ ഉടനെ നോട്ടീസായി, കേസായി, ജപ്തിയായി. കാശുള്ളവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം കേസായാൽ അവർക്ക് വേണ്ടി വാദിക്കാൻ കൊമ്പത്തെ വക്കീലന്മാരുണ്ടാവുമല്ലോ. പിന്നെ സ്റ്റേ ആയി, അവധി വയ്ക്കലായി, അങ്ങനെ കേസ് ഒരു തീരുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോവും. മോഹനേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതെല്ലാം വക്കീലന്മാരുടെ കുഴപ്പമാണെന്ന് തോന്നുമല്ലോ മോഹനേട്ടാ. ഒരു കേസ് ഉണ്ടായതിനു ശേഷമല്ലേ വക്കീലന്മാരത് വാദിക്കുന്നുള്ളൂ. ഈ കേസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വിജയ് മല്ലിക്ക് 9,000 കോടി രൂപ വായ്പ കൊടുത്തത് വക്കീലന്മാരല്ലല്ലോ, ബാങ്ക് അല്ലേ. അയാളത് തിരിച്ചടയ്ക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ മുതലാക്കാനുള്ള ഈട് വാങ്ങണമായിരുന്നു. അത് വാങ്ങിയില്ല. അത് ബാങ്കുകാരുടെ കുറ്റമാണ്. ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്. മോഹനേട്ടൻ ഒരു പാർവതി അറിയോ? എനിക്ക് ഒന്നിൽ കൂടുതൽ പാർവതിമാരെ അറിയാം. പരമശിവന്റെ ഭാര്യ ഒരു പാർവതിയാണ്. സിനിമാ നടൻ ജയറാമിന്റെ ഭാര്യയും ഒരു പാർവതിയാണ്. ആ പാർവതിമാരെയൊക്കെ പറ്റി കേട്ടറിവല്ലേ മോഹനേട്ടനുള്ളൂ. മോഹനേട്ടനെ നേരിട്ട് അറിയാവുന്ന ഒരു പാർവതിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയും അറിയാം. വില്ലേജ് ഓഫീസിനടുത്ത് ഹോട്ടൽ നടത്തുന്ന വിജയന്റെ ഇളയ മകളുടെ പേര് പാർവതി എന്നാണ്. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അതൊന്നുമല്ല, മോഹനേട്ടന്റെ കൂടെ കോളേജിൽ പഠിച്ച പാർവതി. ആഹാ, അപ്പൊ മോഹനേട്ടൻ ആളെ മനസ്സിലായല്ലേ? ആ പാർവതിയെ ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ ഇന്നലെ വിദ്യയുടെ കൂടെ ബാങ്ക് വരെ ഒന്ന് പോയിരുന്നേ. അവളുടെ എന്തൊരു വായ്പയുടെ കാര്യത്തിന്. അവിടെ വെറുതെ ഇരുന്നപ്പോ ഒരു സ്ത്രീയോട് ചുമ്മാ കുശലം ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരുടെ നാട് ഇവിടെയല്ല, മോഹനേട്ടന്റെ വീടിനടുത്ത് എവിടെയോ ആണെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ കൂടുതൽ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴല്ലേ കക്ഷി മോഹനേട്ടന്റെ കൂടെ മോഹനേട്ടന്റെ കോളേജിൽ തന്നെ പഠിച്ചാന്ന് ഞാൻ അറിയുന്നത്. ഞാൻ മോഹനേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴേ പാർവതിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു അത്ഭുതമായിരുന്നറിയോ അവരുടെ മുഖത്ത്. മോഹനേട്ടൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണെന്നും സുഖമായിട്ട് കഴിയുന്നൊക്കെ ഞാൻ പറഞ്ഞു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ തമ്മിൽ നല്ല പരിചയമായിരുന്നെന്നും പാർവതി പറഞ്ഞു. ഒരവധി ദിവസം നോക്കി ഇങ്ങോട്ട് വരാമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വരാൻ പറ്റുന്ന ദിവസം വിളിച്ചാൽ മതി, വഴി ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. മോഹനേട്ടൻ ആളെ മനസ്സിലായില്ലേ? ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന എന്തിനാ? ആളെ മനസ്സിലായില്ലെന്ന് വെച്ചാ ഒരുപാട് പെമ്പിളുണ്ടായിരുന്നല്ലോ. അതല്ല വർഷോപത്രായി എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഈ ആഴ്ച പാർവതി ഇങ്ങോട്ട് വരുമല്ലോ. ആളെ കണ്ടു കഴിയുമ്പോ മോഹനേട്ടൻ എന്തായാലും ഓർമ്മ വരും. ഈശ്വര, ആ കുരിശ് ഇവിടെ എത്തിയോ?
ഏറ്റവും പ്രിയപ്പെട്ട മോഹനകൃഷ്ണ അയച്ച എഴുത്ത് കിട്ടി. മോഹനകൃഷ്ണന്റെ ഉള്ളിൽ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മോഹനകൃഷ്ണൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ 1000 ഇരട്ടി ഞാൻ മോഹനകൃഷ്ണനെ സ്നേഹിക്കുന്നു. ഈ ജന്മത്ത് എനിക്ക് മോഹനകൃഷ്ണനെ മറക്കാനാവില്ല. ഞാൻ എന്നും മോഹനകൃഷ്ണന്റേതായിരിക്കും. ഈ ജന്മത്തെ എന്നെ ഒരാൾ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഹനകൃഷ്ണൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് സ്നേഹപൂർവം സ്വന്തം പാർവതി. ഈശ്വര, എന്താ എന്തോ ഉണ്ടല്ലോ. എന്താ സംഭവം? ചായ ചായ വേണോ? കുറച്ചു മുന്നിൽ ഒരു ചായ കുടിച്ചത്. അതുകൊണ്ട് ഒരു ചായ ഇവിടെ കുടിച്ചിരുന്നുണ്ടോ? നീ എനിക്കൊരു ചായ എടുത്താ. ഇതൊരു പതിവില്ലാത്ത ചായ കൂടിയാണല്ലോ. എന്തു പറ്റി? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ചായ താ. മോനേട്ടാ, ചായ. നല്ല ചായ. ഏ? നല്ല ചായ. നല്ല ചായ ആണെന്ന് പറയരുത്. അതെനിക്ക് മനസ്സിലായി. നേരത്തെ ഉണ്ടാക്കിയ ചായയുടെ ബാക്കിയാണിത്. നേരത്തെ ചായ കുടിച്ചപ്പോ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടില്ലല്ലോ. എപ്പോഴും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുമോ? ഓ, വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീയല്ല. പിന്നെ ആ പെണ്ണ്. ഏത് പെണ്ണ് മോനോട്? നീ ആ ബാങ്കിലിരുന്നപ്പോ അടുത്തിരുന്ന ഒരു പെണ്ണോട് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ? ഓ, ആ പെണ്ണ്. പാർവതിയാ? പാർവതി വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ? പുള്ളിക്കാരി ഈ സ്ഥലമാറ്റം കിട്ടി ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ടൗണിലെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ് താമസം എന്നൊക്കെ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല അല്ലേ? വേറെ എന്ത്? ആ, പിന്നെ ഇതുവരെ അവര് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? ചായക്ക് എന്തോ ഒരു രുചി വ്യത്യാസം. നല്ല ചായയാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? നല്ല ചായയാണ്, പക്ഷെ എന്തോ ഒരു രുചിക്കേട് പോലെ തോന്നുന്നു. മതി മതി. കുടിക്കുന്നില്ലേ? മതി. നേരത്തെ ഒരു ചായ കുടിച്ചാണല്ലോ. എപ്പോഴും ചായ കുടിച്ചാൽ ശരീരത്തിന് കേടാ. ആരോ വിളിക്കുന്നു. ശരി. ഹലോ, മോഹനകൃഷ്ണന്റെ വീടല്ലേ? അതെ. ആരാണ്? ഞാൻ പാർവതിയാ. ഇന്നലെ ഞാൻ തന്റെ ഭാര്യയെ കണ്ടിരുന്നു. പുള്ളിക്കാരി പറഞ്ഞോ? എന്താ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പാർവതി.
ഡിഗ്രിക്ക് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്ത് ഡിഗ്രി? ആ മനസ്സിലായി. ഞാൻ ഇന്നലെ സത്യഭാമയെ ബാങ്കിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ ഇപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യാ. സത്യഭാമ ഈ നമ്പർ തന്നത്. ഞാനിപ്പോ വിളിച്ചെന്തിനാണെന്നറിയോ? അറിയൂടാ. ഇന്ന് ബാങ്ക് അവധിയാ. മോഹനകൃഷ്ണന്റെ ഓഫീസ് അവധിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. ഇന്നോ? പിന്നല്ലാതെ. സത്യഭാമയോട് വിളിച്ചു ചോദിച്ചാ വഴി പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു. വഴി ചോദിക്കാനാ ഞാൻ വിളിച്ചത്. വില്ലേജ് ഓഫീസിനടുത്ത് വന്നിട്ട് എങ്ങോട്ടാ പോകണ്ടേ? വഴിയൊക്കെ ചോദിച്ചാ അങ്ങനെ ഒന്നുമില്ല. എന്താ വഴി അറിയില്ലേ? വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീട് ചോദിച്ചാ നാട്ടുകാര് പറഞ്ഞു തരുമല്ലോ. ഞാൻ വന്നോളാം. അപ്പൊ ശരി. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണില്ല. ഹലോ 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 മോനട്ടാ, മോനട്ടാ, എന്താരാ വിളിച്ചേ? അറിയില്ല, ഏതോ ഒരാള്. ഏതോ ഒരാളായിരിക്കുമല്ലോ. അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആരാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇത്രയും നേരം സംസാരിച്ചിട്ടും അതാരാണെന്ന് ചോദിക്കാറുന്നത് എന്താ? ഞാൻ ചോദിച്ചു, ഒരാൾ പറഞ്ഞില്ല. എനിക്ക് വന്ന ആരോ നമ്പർ തെറ്റി വിളിച്ചാ. അതാ ഉത്തമ നിന്നെ വിളിക്കുന്നെ. എന്താ വേണ്ടത് ചോദിക്കും. ചെല്ല്. അവളിവിടെ കയറി വന്ന എഴുത്തിന്റെ കാര്യം പാമേറി. എന്തിനും മടിക്കാത്തുള്ള പാർവതി. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഇന്ന് വക്കീൽ ഓഫീസ് കോടതിയൊക്കെ അവധിയാണല്ലോ. എന്തൊക്കെയാണ് പരിപാടി? ഈ വീട്ടിൽ അങ്ങനെ അവധി പ്രമാണിച്ച് എന്തെങ്കിലും പരിപാടി ഉള്ളതായിട്ട് ഉത്തമം കണ്ടിട്ടുണ്ടോ? രാവിലെ കാപ്പി ഉണ്ടാക്കി കുടിക്കും. പിന്നെ ഞാൻ എന്റെ ജോലികളൊക്കെ ചെയ്യും. വീട് തൂത്തുവാരുക, പാത്രം കഴുകുക, തുണി അലക്കുക, അലക്കിയ തുണി തേക്കുക മുതലായവയൊക്കെ. ഉച്ചയാകുമ്പോ ഊണ് കഴിക്കും. സമയം കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്നോടാം. ഇനി മോഹനനാണെങ്കിൽ പത്രം വായിക്കും, കാപ്പി കുടിക്കും, വീണ്ടും പത്രം വായിക്കും, ചോറും, വീണ്ടും പത്രം വായിക്കും. ഇതിനിടയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ വരും. അതാണല്ലോ ഞങ്ങളുടെ ഒരു അവധി ദിവസം എന്ന് പറയുന്നത്. വക്കീലെ, ഞാൻ വന്നതേ ആ സത്യശീലന്റെ ജാനകിയുടെ കേസിന്റെ കാര്യം പറയാനാണ്. കേസുമായി മുന്നോട്ട് പോണോന്നും പറഞ്ഞാണ് രണ്ടുപേരും നിൽക്കുന്നത്. വീട്ടുകാര് സംസാരിച്ച് മടുത്തു. ഒരു ഒത്തുതീർപ്പിന് രണ്ടുപേരും തയ്യാറാണ്. വക്കീല് അവരോടൊന്ന് സംസാരിക്കാവോ? വക്കീല് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അല്ല, ഇതിലിപ്പോ ഞാൻ ഇടപെട്ടിട്ട് എന്താ ഉത്തമ കാര്യം? സത്യശീലനോട് ജീവിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ജാനകി തീർത്തും പറഞ്ഞതല്ലേ. അവളുടെ വീട്ടുകാര് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ചാൽ നടക്കൂ? എന്നാലും വക്കീലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. ഞാൻ ജാനകിയോട് വരാൻ പറയാം. ഇന്ന് അവധിയും കൂടെ ആണല്ലോ. അയ്യോ, അത് വേണ്ട. ഞാന് ഫോൺ വിളിച്ച് സംസാരിച്ചോളാം. കക്ഷികള് വീട്ടിൽ വരുന്നത് സാറിന് പണ്ടേ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഉത്തമൻ അറിഞ്ഞൂടെ? ഇനിയിപ്പൊ വിവാഹമോചന കേസുമായിട്ട് ജാനകി ഇവിടെ കയറി വന്ന് അതിന്റെ പേര് വഴക്കുണ്ടാക്കി ഞങ്ങൾ തമ്മിലുള്ള വിവാഹമോചനം വെറുതെ നടത്തിക്കണം. ഉത്തമം പോയിക്കും, ഞാൻ ജാനകി വിളിച്ച് സംസാരിച്ചോളാം. പിന്നെ അങ്ങനെ സാറെവിടെ വക്കീല്? പത്രം വായിക്കാണോ? പത്രം വായനയായിരുന്നു. ഇപ്പൊ അപ്പുറത്ത് എവിടെയുണ്ട്. പതിവില്ലാതെ രണ്ടാമതും ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. എന്താണാവോ എന്തോ. അപ്പൊ ഞാൻ സാറിനെ പ്രത്യേകം തിരക്കി എന്ന് വേണം പറയാൻ. ഞാൻ വിളിക്കും വേണമെങ്കില്. വേണ്ട 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 വേണ്ട. ഒരു കാര്യവും ഇല്ലാതെ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം വരുമ്പോ മുഖത്ത് നോക്കി നടക്കില്ല എന്ന് പറഞ്ഞു കളയും. വെറുതെ അറിഞ്ഞുകൊണ്ട് സ്വന്തം ചോറിൽ മണ്ടുവാരിയുടെ വല്ല കാര്യമുണ്ട്. എല്ലാം പിന്നെ ഞാൻ വരട്ടെ. ശരി. ശരി. സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സാർ എവിടെയെന്ന് വക്കീലിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ സാറ് പത്രം വായിക്കാണെന്ന് വക്കീല് പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ ശല്യപ്പെടുത്താതെ പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ഒരു ഭയങ്കര പ്രശ്നമാണ് ഉത്തമ. എനിക്ക് ഉത്തമൻ സഹായം കിട്ടിയേ പറ്റൂ. എന്ത് സാറേ? ഒരു പെണ്ണ് കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. അതിനെങ്ങനെയും മുടക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്നിവിടെ ഭയങ്കര പ്രശ്നമാവും. പെണ്ണാ? ഏത് പെണ്ണ്? അവരുടെ പേര് പാർവതി എന്നാ. എന്നോട് പണ്ട് കോളേജ് പഠിച്ച അന്നോക്കരുടെ ഭയങ്കര പ്രേമമായിരുന്നു. സാറിനോട് പ്രേമോ? അതേത് പെണ്ണ്? കോളേജിൽ വെച്ച് എന്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് തമാശയ്ക്ക് ഒരു എഴുത്തെഴുതി അത് ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞ് അവൾ കഴിച്ചു കൊടുത്തു. ഞാൻ എഴുതിയ എഴുത്താണ് എന്ന് അവൾ വിശ്വസിച്ചു. പിറ്റേ ദിവസം വഴിയിൽ വെച്ച് എന്നെ കണ്ട് എനിക്കൊരു മറുപടി എന്തെന്ന് കൊടുത്തുമാ.
അവൾക്ക് ഭയങ്കര പ്രേമമാണ്. എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ അവൾ തയ്യാറാണ് എന്നൊക്കെയായിരുന്നു ആ എഴുത്തിൽ. എഴുത്തു വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ കോളേജിൽ നിന്ന് പോകുന്നവരെ ഞാൻ അവളുടെ മുന്നിൽ പോയി ചാടിട്ടേ ഇല്ല. എന്റെ കൂട്ടുകാർ അവൾക്ക് എഴുതിയ കാര്യം തന്നെ ഞാൻ അറിയുന്ന പിന്നീടാ. ആ എഴുത്ത് ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞ് അവൾ പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് പേടിച്ച് ഒരു ബലത്തിന് വേണ്ടി അവൾ എഴുതിയ എഴുത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം, കേക്കാൻ ഭയങ്കര രസമുണ്ട്. അതിന് എനിക്കൊരു രസം തോന്നുന്നില്ല. അവളിപ്പോ ടൗണിലെ സ്റ്റേറ്റ് ബാങ്കിൽ ജോലിക്ക് വന്നിട്ടുണ്ടോ? ആണോ? ഇന്നലെ അവൾ ഭാമയെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഭാമ എന്റെ ഭാര്യയാണെന്ന് അവൾ അറിയുന്നത്. ഒരു ദിവസം ഇങ്ങോട്ട് വരാം എന്ന് അവൾ പറഞ്ഞു. ആരാണ് ഇവിടുത്തെ ഫോൺ നമ്പറും കൊടുത്തു. കുറച്ചു മുമ്പ് അവൾ വിളിച്ച് ഇന്ന് അവധിയാണല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞു. തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് ഫോൺ വെച്ചളഞ്ഞു. അവൾ ഒന്നാ പ്രശ്നം എത്തുവാ. പഴയ എഴുത്തിന്റെ കാര്യമല്ലോ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനാ എഴുത്ത് സാർ എഴുതിയതല്ലോ. അത് പറഞ്ഞ ഭാമ വിശ്വസിക്കുവോ? മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഇത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യം ഭാമയോട് പറയാത്തത് എന്താണെന്ന് ഭാമ ആലോചിക്കില്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല സാറേ. കോളേജ് പഠിക്കുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ. വേറെ എടുത്തു പ്രശ്നം. വേറെന്ത്? ഇത്രയും കാലമായിട്ടും പാർവതി കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവള് കല്യാണം കഴിക്കുന്നത്? അതിന് നല്ല ചെറുക്കനെ കെട്ടി കാണൂല. അതോടല്ല, പിന്നെ അന്നത്തെ എഴുത്തിൽ അവൾ എഴുതിയിരുന്നു, ഈ ജന്മത്ത് കെ മോഹനകൃഷ്ണൻ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന്. ആ വാക്ക് അവൾ പാലിച്ചു. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്നാൽ പ്രശ്നമാണ് ഉത്തമ. ശരി, ഇതിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? അവൾ കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. ഉത്തമൻ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു പറഞ്ഞയക്കണം. എങ്ങനെ? ഞാനും ഭാമ ഇവിടെ ഇല്ല, എവിടെയെങ്കിലും പോയാണെന്ന് പറഞ്ഞാൽ മതി. എന്താ പിന്നെ ഫോൺ എടുത്തപ്പോ തന്നെ സാറിന് അങ്ങനെ പറഞ്ഞുകൂടായിരുന്ന? ഇന്ന് സമയമല്ലേ വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന്? അതിനുള്ള അവസരം കിട്ടിയില്ല. അതിനുമ്പോൾ അവൾ ഫോൺ വെച്ച് കളഞ്ഞു. തിരിച്ചു വിളിച്ച് പറയണമായിരുന്നു. അതിന് അവളുടെ നമ്പർ എനിക്കറിയില്ലല്ലോ. ഓ, അവളെ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയണം. മറ്റേ ഫോൺ നമ്പർ എങ്ങനെ കിട്ടും? വക്കീലിന്റെ കയ്യിൽ കാണൂലേ? ഇവിടത്തെ നമ്പർ അവർക്ക് കൊടുത്ത സ്ഥിതിക്ക് അവരുടെ നമ്പർ വക്കീൽ വാങ്ങിച്ചു കാണും. പക്ഷെ ഭാമയോട് ഞാനങ്ങനെ ചോദിക്കും. ഞാൻ ചോദിച്ചവർക്ക് സംശയാവും. സാറ് ചോദിച്ചാലേ വക്കീൽ സംശയിക്കൂ. ഞാൻ ചോദിക്കാം. ഉത്തമനെ ചോദിക്കുന്നത്? അതിനൊക്കെ ഒരു വഴിയുണ്ട് സാറേ. ഈ ഉത്തമനെ പറ്റി സാർ എന്താണ് കരുതിയിരിക്കുന്നത്? സാർ ഇപ്പൊ നേരെ അകത്ത് പോയി വക്കീലുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയില് ഞാൻ വക്കീലേ എന്ന് വിളിക്കും. സാർ ഇറങ്ങി വരരുത്. വക്കീല് മാത്രമേ വരാവൂ. ബാക്കി ഞാൻ ഏറ്റ്. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ സാർ നേരെ അകത്തോട്ട് ചെല്ലണം. നമ്മൾ തമ്മിൽ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. ഈ കാര്യം നടക്കുന്നുള്ള ഉറപ്പാണോ? ഞാൻ അല്ലേ സാറേ പറയുന്നേ. സാർ ധൈര്യമായിട്ട് ചെല്ല്. എന്താണ്? അതുവഴി പോയാൽ ഞാൻ ഉത്തമനെ കണ്ടു എന്ന് അവൾക്ക് മനസ്സിലാവും. ഇതുവഴി എന്റെ ജാനകി, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കൂ. നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ഞാൻ പറ സത്യശീലനോട്. ഭർത്താവിന് വേറൊരു പെണ്ണ് എഴുതിയ എഴുത്ത് കൈ കിട്ടുമ്പോ ഏതൊരു പെണ്ണായാലും പൊട്ടിത്തെറിച്ചു പോവും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇതിനപ്പുറം നടന്നെ. അല്ല, എന്നാലും വീട്ടുകാർക്ക് ഇത്ര നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വൈകിട്ട് വിളിക്കാം. എന്താ പറഞ്ഞ? ഒന്നുമില്ല. സത്യശീലന്റെ ഭാര്യ ജാനകിയെ വിളിച്ചത്. സത്യശീലന് വേറെ ഏതൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്ന്. കാമുകി സത്യശീലന് എഴുതിയ എഴുത്ത് കൃത്യമായിട്ട് ജാനകിയുടെ കയ്യിൽ തന്നെ കിട്ടി. പിന്നത്തെ പൂരം പറയണോ? സംഗതി എന്തായാലും ഡൈവോഴ്സിന്റെ വക്കത്തെത്തിയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ ഒരു എഴുത്തിലെന്ന് വെച്ച് സത്യശീലനെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു കാര്യമില്ലാത്ത ഒരു പെണ്ണങ്ങ് എഴുത്തെഴുതുകയല്ലേ.
എന്റെ മോഹനേട്ടാ ഇതെന്താ വെള്ളരിക്കപ്പെടണം? വക്കീലേ ഉത്തമൻ പോയില്ലായിരുന്നു, എന്താ വീണ്ടും? ഞാനെങ്ങനെ അറിയും? നീ എല്ലാം ഉത്തരം സംസാരിച്ച്. ഞാനാണെങ്കിൽ ഉത്തരം കണ്ടിട്ട് പോലും ഇല്ല. ചെല്ല്, എന്താണെന്ന് ചോദിക്കാത്തോട് ചെല്ല്, വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കും. ഉത്തമൻ പോയില്ലായിരുന്നു. ഞാൻ പോയി, പക്ഷെ പിന്നീട് തിരിച്ചു വരേണ്ടി വന്നു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു വക്കീലെ. ഈ സ്റ്റേറ്റ് ബാങ്കിലെ എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു. മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്ത് എടുത്തതാണ്. മിക്കവാറും തവണകളൊക്കെ തിരിച്ചടച്ചു. പക്ഷേ പലപ്പോഴായി കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ആരോ വീട്ടിൽ വന്നു. ഇത് മാർച്ച് മാസമാണ്, അടയ്ക്കാനുള്ള പൈസയൊക്കെ ഉടനെ അടച്ചില്ലെങ്കിൽ കേസാക്കുമെന്നും പറഞ്ഞു. അതിനാണ് ഉത്തമൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ബാങ്കിലെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുത്തു ചാടി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, സമയം കിട്ടും. അല്ല, പിന്നെ എത്ര രൂപ ബാക്കിയുണ്ട്, എന്നത്തേക്ക് അടയ്ക്കണം എന്നൊന്നും പറഞ്ഞില്ല അവര്. ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ബാങ്ക് അവധിയാണല്ലോ. അതുപോലെ തന്നെ ബാങ്കിൽ വിളിച്ചു ചോദിക്കാനും പറ്റൂല. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ വിളിച്ചു ചോദിക്കായിരുന്നു. എനിക്കാണെങ്കിൽ ബാങ്കിൽ ഒരാളിന്റെ നമ്പർ പറഞ്ഞൂടാ. വക്കീലിന് ആരെങ്കിലും നമ്പർ അറിയാമോ? എനിക്കും അങ്ങനെ ആരെയും പരിചയമില്ല ഉത്തമ. അല്ല, ഇക്കാര്യത്തിൽ ഉത്തമൻ ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത തിങ്കളാഴ്ച ബാങ്ക് തുറക്കുമല്ലോ, അപ്പൊ പോയി ചോദിക്കാം. അല്ല, ഈ ബാങ്കുകാരൊക്കെ വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോ തിങ്കളാഴ്ച വരെ ഞാൻ ആ ടെൻഷൻ സഹിക്കണമല്ലോ. ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയാണ് വക്കീലിന് ഒരാളെ നമ്പർ അറിഞ്ഞൂടി. ആ, ഒരാളുണ്ട് ഉത്തമ, ഞാൻ ഇന്നലെ പരിചയപ്പെട്ടതാ, പാർവതി. ഓ പാർവതിയോ? ഓഹോ, അങ്ങനെയൊക്കെ പേരുള്ള ഒരാൾ ബാങ്കിലുണ്ടല്ലേ? എനിക്കാണെങ്കിൽ അറിഞ്ഞേ കൂടായിരുന്നു. ഇത് പുതിയ ആള് ഉത്തമ. ഉത്തമൻ എന്തായാലും പരിചയം ഉണ്ടാവാൻ വഴിയില്ല. അതാണ്. പുള്ളിക്കാരുടെ മൊബൈൽ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഈ ലോണിന്റെ കാര്യമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാമോ എന്നൊരിക്കലും സംശയമുണ്ട്. എന്തായാലും ഞാൻ നമ്പർ തരാം, ഉത്തമൻ തന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം. ശരി ശരി ശരി, നമ്പർ തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഈ ഉത്തമന്റെ ബുദ്ധിയെ പറ്റി മോഹനേരി സാർ എന്താണ് വിചാരിച്ചത്? വെറുതെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ് തേച്ച ഷർട്ടും മുണ്ടും ഇട്ട് കാലം കൊടയും കുത്തിപ്പിടിച്ചങ്ങ് നടന്നാ പോരാ. ബുദ്ധി വേണം, ബുദ്ധി. ആരാ? അയ്യോ സാറാ, സാറിത് ഇപ്പോഴേ ഏത് വഴി വന്നു? ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ആത്മകഥ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. നമ്പര് വക്കീൽ ഇപ്പൊ കൊണ്ടുവരും. സാർ ഇവിടെ നിൽക്കണ്ട, മുറ്റത്ത് പോയി നില്ല്. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വക്കീൽ സംശയിക്കും. ചെല്ല് സാറേ, ചെല്ല് ചെല്ല്. ഈശ്വര പറഞ്ഞത് മുഴുവൻ കേട്ട് ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഒരാഴ്ച മുഴുവൻ മഴക്കുണ്ടാക്കും. ഈ ആഴ്ച കൈവശാവകാശ സർട്ടിഫിക്കറ്റിനും വരുമാന സർട്ടിഫിക്കറ്റിനും വേണ്ടി ആരും വരാതിരുന്നാ മതിയായിരുന്നു. ഇതാ നമ്പർ. പാർവതി എന്നാണ് കേട്ടോ പേര്. നമ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. ഓ ശരി 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 ശരി, വലിയ ഉപകാരം. ഓ ടെൻഷൻ അങ്ങ് മാറി. എന്നാ പിന്നെ ഞാൻ വരട്ടെ വക്കീലേ. നമ്മുടെ കേളി സാറേ. പേടിച്ചു പോയില്ലേ സാറേ? ഉത്തമൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് നടത്തും എന്നുള്ള കാര്യം സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. ഐശ്വര്യമായിട്ട് നമ്പർ പിടിച്ചു. പിന്നെ ഒരു പ്രശ്നമുണ്ടേ സാറേ. സാർ ഇപ്പൊ ആ സ്ത്രീയെ വിളിച്ച് എന്താണ് പറയാൻ പോകുന്നത്? ഞാനും ഭാമയും വേറെ പോവുകയാണ്, ഉച്ച കഴിഞ്ഞ വരൂ എന്ന് പറയും. അപ്പൊ പിന്നെ ഉച്ച കഴിഞ്ഞവര് വന്നാലോ? സാറേ, ഇന്നു മുതൽ ഞായറാഴ്ച വരെ ബാങ്ക് അവധിയാണ്. ഈ പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു ജോലിയും കാണൂല. നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് കയറി വന്നിരിക്കും. എങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലോ? ഒരാഴ്ച എന്നങ്ങ് തീർത്ത് പറയണ്ട, പക്ഷെ ഞായറാഴ്ച വരെ കാണില്ല എന്ന് തീർത്ത് പറയണം. അതുപോലെ ആ സ്ത്രീ വക്കീലിനെ വിളിക്കാതെ നോക്കണം. സാർ അറിയാതെ അവര് വക്കീലിനെ വിളിച്ച് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞാൽ സാർ വിട്ടുപോയില്ലേ? പോകുന്നുണ്ടോ? ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഓ, ഒരു ഉപദേശം ഇരിക്കുന്നു. ഹരിതാകൃതങ്ങളൊക്കെ പറയും.
കാര്യം കഴിയുമ്പോ നമ്മൾ വെളിയില്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ. ഇപ്പൊ തന്നെ അവളെ വിളിച്ച് പരിപാടി അങ്ങ് മുടക്കണം. മനസമാധാനത്തിൽ കഴിയുന്ന കുടുംബം കലക്കാനായിട്ട്. ഹലോ, അതെ, ഞാൻ മോഹനകൃഷ്ണ. ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇന്ന് ഞാനും ഭാമയും കൂടി ഒരു ബന്ധുവിന് വീട്ടിലേക്ക് പോവുകയാണ്. വളരെ അടുത്ത ബന്ധു. എന്നെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെയുള്ള അവധി ദിവസമല്ലേ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഞങ്ങൾ ബന്ധുക്കളെ കാണാൻ പോകും. ഇനി തിങ്കളാഴ്ചയെ ഞങ്ങൾ ഇവിടെ കാണും. അന്ന് പക്ഷേ പാർവതിക്ക് ജോലി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് എന്നെങ്കിലും ഒരു ദിവസം കാണാം. ശരി, അപ്പോൾ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. അവിടെ സമയത്ത് ഒപ്പതായി. ഇതുവരെ കഴിക്കാനൊന്നും കിട്ടില്ലല്ലോ. മോഹനേട്ടൻ ചോദിക്കട്ടെ എന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. രാവിലെ 2 ചായ കുടിച്ചതല്ലേ, അപ്പൊ ഭക്ഷണം കുറച്ച് വൈകുമായിരിക്കും ഞാൻ കരുതി. ഓ, നല്ല വിശപ്പ്. ടെൻഷൻ മാറേണ്ടായിരിക്കും. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. ടെൻഷനോ? അതിനെന്ത് ടെൻഷനായിരുന്നു മോനോട്ടന്? രാവിലെ പത്രത്തിൽ നിന്നൊക്കെ വായിച്ച് ഞാൻ വലിയ ടെൻഷനായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. ഇനി ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാം. നീ വർത്താനം പറഞ്ഞിട്ട് കഴിക്കാൻ തന്നെ എടുക്ക. മോനോട്ട് ചേട്ടെ, ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് വിളിക്കാം. അതാരാ? ഒന്ന് ചെന്ന് നോക്കും മോനട്ടാ, ഞാൻ കഴിക്കാൻ എടുക്കാം. മോനേഷ് സാറിന്റെ വീടല്ലേ? അതെ. ആരാ? ഞാനൊരു ഓട്ടം വന്നതാണ് സാറേ. ടൗണിൽ നിന്നാ വന്നത്. വീടറിയാത്തോണ്ട് ചോദിച്ചാ വന്നത്. ഇത് തന്നെ വീട്. ഗുഡ് മോർണിംഗ് മോഹനകൃഷ്ണ. വില്ലേജ് ഓഫീസിന്റെ അടുത്ത് വരെയുള്ള വഴി എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് 1-2 പേരോട് ചോദിക്കേണ്ടി വന്നു. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. വില്ലേജ് ഓഫീസർ നാട്ടിൽ മുഴുവൻ പ്രശസ്തനാണ്. എന്താ ആളുകളുടെ ബഹുമാനം. ഈ വില്ലേജ് ഓഫീസർ പണി കളഞ്ഞ് ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും. എത്ര രൂപയായി? 60 രൂപ. ഈശ്വര, അതിൽ തന്നെ തിരിച്ചു വെക്കൂടെ? ശരി, വരട്ടെ. നീ വരണ്ട. നീ ഒറ്റ ഒരുത്തനാ. അയ്യടാ, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ മോഹനകൃഷ്ണ? എത്ര കാലം കൂടിയാ നമ്മളൊന്ന് കാണുന്നേ? തന്റെ മുഖത്ത് എന്തൊരു സന്തോഷമില്ലാത്ത? അതിന്റെ സന്തോഷമാണല്ലോ. എനിക്കറിഞ്ഞൂടാ. ഇതെന്താണ് പാർവതി ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? വിളിച്ചിട്ട് വരുമെന്നല്ല എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ വിളിച്ചിരുന്നല്ലോ. ഇയാളാ ഫോൺ എടുത്തത്. ഇങ്ങോട്ട് വരികയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് സത്യഭാമയോട് പറഞ്ഞില്ലേ? ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയതാ. അത് കൊള്ളാം. മോഹനേട്ടൻ ഭയങ്കര ഓർമ്മശക്തിയല്ലേ? എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോന്ന് വെച്ചാ? അപ്പൊ ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അതെന്താണോ എന്തോ. അങ്ങനെ ഒരു മറവിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നോട് പ്രേമാണെന്നും പറഞ്ഞ് എഴുത്തെഴുതി. പിറ്റേ ദിവസം ഞാൻ മറുപടിയും കൊടുത്തു. അപ്പൊ മോഹനകൃഷ്ണൻ പറയാ, മോഹനകൃഷ്ണൻ എനിക്ക് എഴുത്തെഴുതിയിട്ടേ ഇല്ലാന്ന്. എഴുത്തെഴുതിയ കാര്യം മോഹനകൃഷ്ണൻ മറന്നുപോയി. ഞാനിനി എങ്ങോട്ടോടും? അങ്ങോട്ട് പോയല്ലോ. സത്യമാമേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരന്മാർ എഴുതി എഴുത്താ അത്. ഈ കൊച്ചാണെങ്കിൽ ആ കത്ത് കിട്ടിയപ്പോ തിരിച്ച് പ്രേമാണെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കത്ത് ഇങ്ങോട്ട് എഴുതി. സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. അത് വിശ്വസിക്കരുത്. ഈ എഴുത്തിന്റെ കഥ ഞാൻ ഇന്നലെ അറിഞ്ഞിരുന്നു. പാർവതി മോഹനേട്ടൻ എഴുത്തെഴുതിന് ശേഷം മോഹനേട്ടൻ പാർവതിയുടെ മുന്നിൽ പോലും വന്ന് പെട്ടിട്ടില്ല എന്നും, കോളേജിൽ വെച്ച് പാർവതിയെ കാണുന്ന നിമിഷം മുങ്ങിക്കളയുമായിരുന്നെന്നും
ഒരു പ്രാവശ്യം പാർവതിയെ കണ്ട് പേടിച്ച് ഓടുന്നതിനിടയില് സ്കൂളിന് പുറകിലുള്ള വീട്ടിലെ ചാണകക്കുഴിയിൽ മോഹനേട്ടൻ വീണ കഥയെല്ലാം പാർവതിയോട് പറഞ്ഞിരുന്നു. എന്നിട്ട് നീ എന്താ അവരോട് പറയായിരുന്നു? മോഹനേട്ടൻ എന്താ ഇതുവരെയായിട്ട് ഈ കാര്യം എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ പറഞ്ഞാ നീ എന്നെ കളിയാക്കില്ലേ? നിങ്ങൾ അവിടെ തന്നെ നിൽക്കാണോ? നിങ്ങൾ വന്നേ. ബാ. ഞാൻ വരുന്നില്ല. അതെന്താ? അവള് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. അതെന്താ? അത് നമുക്ക് ചോദിച്ചു നോക്കാലോ. വാ വാ. ഛെ, ഒന്ന് വാ മോനേട്ടാ. നടക്കുന്നുണ്ടോ? എന്തായിരുന്നു രണ്ടുപേരും കൂടി വലിയ ചർച്ച? അങ്ങനെയൊന്നുമില്ല. അപ്രതീക്ഷിതമായി പാർവതി കയറി വന്ന ഞെട്ടലിൽ നിന്ന് മോഹനേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ടാ. നല്ല വീട്. ഇത് നിങ്ങളുടെ സ്വന്താണോ? അല്ലല്ല, വാടകയ്ക്കാ. എന്താ മോഹനേട്ടനൊന്നും മിണ്ടാത്തെ? എനിക്കൊന്നും മിണ്ടാൻ. ഞാൻ വന്നത് തന്നെ കാണാനും സംസാരിക്കാനും അല്ലേ? എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, വെറുതെ കയറി സീരിയസ് ആവും. എന്നാൽ അതിൽ വല്ല കാര്യമുണ്ടോ? അതില്ല താനും. പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അച്ഛൻ ധൃതി കാണിച്ചു. പെണ്ണ് കാണാൻ 2-3 പേര് വരികയും ചെയ്തു. വന്നവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ സൗകര്യത്തിനൊത്തേ ജീവിക്കൂ, ചട്ടം പറയാനും പഠിപ്പിക്കാനൊന്നും വരരുതെന്ന്. എന്റെ ശമ്പളത്തിന്റെ കണക്ക് ചോദിക്കരുത്, അടുക്കളയിൽ കയറണമെങ്കിൽ 2 പേരും കൂടി കയറണം തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ കേട്ടപ്പോ വന്നവരൊക്കെ സ്ഥലം വിട്ടു. അതൊരു സൗകര്യമായി പോയിന്ന് ഞാനും കരുതി. ഒന്നാലോചിച്ച ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെയാ നല്ലത്. അപ്പം മോഹനേട്ടനെ കിട്ടാതെ പോയതിലുള്ള നിരാശയിലല്ല പാർവതി കല്യാണം വേണ്ടാന്ന് വെച്ചത്. ഇവളെ മോഹനേട്ടൻ കിട്ടിരുന്നെങ്കിൽ എന്തൊരു രസമായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് 2ാമത്തെ ദിവസം 2 പേരിൽ ഒരാൾ തീരും, മറ്റാള് ജയിലിലും പോവും. ഇങ്ങോട്ട് വരണ്ട ഞാൻ വിളിച്ചു പറഞ്ഞ ബാക്കിയൊക്കെ വന്നോ? മോനേട്ടാ, ഉത്തമൻ തന്ന നമ്പറിലല്ലേ വിളിച്ചത്? മോനേട്ടാ, ഇവിടുന്ന് പോയി ഉത്തമൻ തിരിച്ചു വന്ന് പെട്ടെന്ന് ബാങ്കിലുള്ള ഒരാളുടെ നമ്പർ വേണമെന്ന് പറഞ്ഞ നിമിഷമേ എനിക്ക് മനസ്സിലായി അതിന്റെ പിന്നിൽ ഈ സാറിന്റെ ബുദ്ധിയാണ്. ഞാൻ ഉത്തമൻ എഴുതി കൊടുത്ത നമ്പറില്ലേ, അത് വിദ്യാലക്ഷ്മിയുടെ നമ്പറാ. അപ്പം വിദ്യാലക്ഷ്മിയെ വിളിച്ചല്ലേ? എന്നിട്ടെന്തേ? എന്നിട്ട് റിസീവർ അങ്ങ് മാറ്റി വെച്ചു. അതുകൊണ്ടായിരിക്കും വിദ്യാലക്ഷ്മി തിരിച്ചു വിളിക്കാത്ത. എന്നാലും എന്റെ മോഹനേട്ടൻ പൂർവ്വ കാമുകിയെ പേടിച്ച് എന്തൊക്കെയാ ചെയ്തത്? കാമുകിയൊന്നുമല്ല, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടല്ലോ. ചുച്ചോ, കാമുകിയല്ല, വെറും പാർവതി കേട്ടോ. പെണ്ണുങ്ങളുടെ കാര്യം വരുമ്പോൾ വില്ലേജ് ഓഫീസർ ആകെ അസ്വസ്ഥനാവുന്നത് പുതിയ കാര്യമല്ല. പണ്ടേ കാലത്തെ ഏതോ കുസൃതിയുടെ പേരിൽ ജീവിത അവസാനം വരെ പേടിച്ചു കഴിയേണ്ട കാര്യമില്ലെന്ന് ഇനിയെങ്കിലും കക്ഷിക്ക് മനസ്സിലായാൽ നല്ലത്. സത്യഭാമയെ പോലെ സ്നേഹവും ക്ഷമയുമുള്ള ഒരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യമാണെന്ന് മോഹനകൃഷ്ണനെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.